ഗ്രൂപ്പ് പോരിൽ കുടുങ്ങി കോൺഗ്രസ്. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശം അനിശ്ചിതത്വത്തിലായതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി തുടരുകയാണ്. നേതൃമാറ്റ ആവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ചുവെന്ന വാർത്തകൾ നിഷേധിച്ച് ചെന്നിത്തല വിഭാഗം ഇന്ന് രംഗത്തെത്തി. അതേസമയം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെടുക്കാനായി ഹൈക്കമാൻഡ് ഇടപെടലാണ് ഐ വിഭാഗം ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. UDF കൺവീനർ PP തങ്കച്ചനാണ് രാവിലെ KPCC പ്രസിഡന്റിനെ സന്ദർശിച്ച് ഇന്ന് അനുരഞ്ജന ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തി KPCC വൈസ് പ്രസിഡന്റ് MM ഹസനും മന്ത്രിയാവാനുള്ള ചെന്നിത്തലയുടെ യോഗ്യത ആവർത്തിച്ച് പ്രതിസന്ധിക്ക് അയവ് വരുത്താനുള്ള ശ്രമം നടത്തി. മന്ത്രിസഭയിൽ ചേരണമെന്ന് രമേശ് ചെന്നിത്തലയോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നുവെന്ന് MM ഹസൻ പറഞ്ഞു. ചെന്നിത്തല മന്ത്രിയാവാതിരിക്കാൻ ചില സ്ഥാപിത താൽപര്യക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഹസൻ ഉയർത്തി. ചില തൽപര കക്ഷികൾ നടത്തുന്ന ശ്രമമാണ്. ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമോ വഴക്കോ ആയി ഇതിനെ ചിത്രീകരിക്കുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തലയെ അപമാനിച്ചുവെന്ന പൊതുവികാരമാണ് പാർട്ടിക്കാർക്കിടയിലുള്ളതെന്ന വിലയിരുത്തലാണ് ഐ വിഭാഗത്തിനുള്ളത്. ഈ അന്തരീക്ഷം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി രമേശിന്റെ മന്ത്രിസഭാ പ്രവേശം സാധ്യമാക്കാനുള്ള നീക്കങ്ങളാണ് ഐ വിഭാഗം നടത്തുന്നത്. അതേസമയം നേതൃമാറ്റ ആവശ്യം സംബന്ധിച്ച് ഗ്രൂപ്പിന്റേതായി വന്ന വാർത്ത തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലും ഐ വിഭാഗത്തിനുണ്ടായി. ഇതിനെ തുടർന്നാണ് K സുധാകരൻ MP വാർത്താ സമ്മേളനം വിളിച്ചത്. KPCC അധ്യക്ഷന് മന്ത്രി പദവി വേണം എന്നാവശ്യപ്പെട്ട് ഐ വിഭാഗത്തിൽ നിന്ന് ഒരാവശ്യവുമായി ആരെയും സമീപിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ആരോടും ഐ വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ആഭ്യന്തര വകുപ്പോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയിട്ടുമില്ല. നാളെ AK ആന്റണിയും ചെന്നിത്തലയും ഒരുമിച്ച് കണ്ണൂരിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ നടക്കുന്ന ആശയവിനിമയം കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിർണായകമായിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. പ്രതികരിച്ച് വിവാദത്തിൽപ്പെടാനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിവാദത്തിന് താനില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. മുഖ്യമന്ത്രി പങ്കെടുത്ത മറ്റു വേദികളിലും മാധ്യമപ്രവർത്തകർക്ക് പിടികൊടുക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. കേരളത്തിലെ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കണം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതേസമയം കേരളത്തിലെ പ്രശ്നങ്ങൾ 2 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അഹമ്മദ് പട്ടേൽ വ്യക്തമാക്കി. പുനഃസംഘടന സംബന്ധിച്ചുള്ള ചേരിപ്പോര് പാർട്ടിക്ക് പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡിനെ ഇടപെടിക്കാൻ സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ വിഷയങ്ങളിൽ തൽക്കാലം ഇടപെടേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനോട് ഇക്കാര്യം ആരാഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം പരിഹരിക്കുമെന്നും വിഷയം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചു. എന്നാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മധുസൂദനൻ മിസ്ത്രി കേരളത്തിലെ വിഷയങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഗുജറാത്തിലുള്ള അദ്ദേഹം നാളെ ഡൽഹിയിലെത്തിയ ശേഷം വിഷയത്തിൽ ഇടപെടുമെന്നാണ് കരുതുന്നത്. കേരളത്തിലെ വിഷയം അവിടെ തന്നെ പരിഹരിക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നിലപാട്. നാളെ ഔദ്യോഗിക പരിപാടികൾക്കായി AK ആന്റണി കേരളത്തിലെത്തുന്നുണ്ട്. മീഡിയ 1 ഡൽഹി. കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് മുറുകുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് വളരുകയാണോ? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ എന്ന് KL മോഹനവർമ്മ, വീക്ഷണത്തിന് മുൻ പത്രാധിപർ, കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ RSPയുടെ NK പ്രേമചന്ദ്രൻ കൊല്ലം സ്റ്റുഡിയോയിൽ. കോൺഗ്രസ് നേതാവ് K സുധാകരൻ MP ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ രാമചന്ദ്രൻ മാസ്റ്റർ വയനാട് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ KL മോഹനവർമ്മ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോൺഗ്രസിനകത്ത് അധികാരത്തിന്റെ പേരിൽ രൂപപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് തർക്കം മുൻപ് AK ആന്റണിയും കരുണാകരനും തമ്മിലുണ്ടായ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അതിനുശേഷം ഇത്രയും രൂക്ഷമായ ഒരു ഗ്രൂപ്പ് പോരാട്ടം പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാര്യത്തിലാണ്. ഇത് എത്ര ഗുരുതരമായ പരുക്കാണ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസ് രമേശ് ചെന്നിത്തല പ്രസിഡൻ്റായും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായും വളരെ ഒരുമിച്ച് വളരെ ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും പലതരത്തിലുള്ള ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നതിലും അവർ രണ്ടുപേരും കൂടെയുള്ള ഒത്തൊരുമിപ്പ് കോൺഗ്രസിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഒരു പുതുമ തോന്നിച്ചതായിരുന്നു. പെട്ടെന്നിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായത്? ഇത് തീർത്തും ആവശ്യമില്ലാത്ത, എൻ്റെ ചിന്തയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്കും കൂടി തന്നെ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അത് പരിഹരിക്കുകയും ചെയ്യും. കൂടുതലും
അദ്ദേഹത്തിനോട് അടുപ്പമായിട്ടും വെളിയിൽ നിൽക്കുന്നവരെ ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും ഇത് വളരെ നല്ലൊരു സൗകര്യമാണ് ഒരുപാട് വാർത്തകളും ബഹളങ്ങളും ഉണ്ടാക്കാനും. അങ്ങനെ കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലം മുതൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഘർഷങ്ങളുണ്ട്. പക്ഷേ ശ്രീ മോഹൻ വർമ്മ, കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ഇപ്പോൾ ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്ന്, ഈ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ, അതായത് AI വിഭാഗങ്ങൾ തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നുവെന്നും 2.5 വർഷം ഉമ്മൻചാണ്ടി ഭരിക്കുമെന്നും തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം കൈമാറണമെന്നും, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തല ആയിരിക്കുമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ സുഗമമായി പ്രവർത്തിക്കാൻ രമേശ് ചെന്നിത്തലയുടെ വിഭാഗം അനുവദിച്ചതെന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാര്യം വളരെ ശരിയാണ്, ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴാ കോടതി കേസോ അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും കാരണവശാൽ നിയമപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ചിന്തിച്ച് കാണും. അത് ചിന്തിക്കാതിരിക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെയുള്ള ദീർഘകാല ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് അസംബ്ലി ഇലക്ഷൻ നിന്നതും ജയിച്ചതും. അത് വാസ്തവത്തിലൊരു ധാരണയുടെ ഒരു കാലത്തിന് വെച്ചിട്ട് ഇത്ര കാലം കഴിഞ്ഞ് മറ്റേ ആൾ വരെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലും. എന്താ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു പോകുന്ന വളരെ അടുത്ത് കണ്ട വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരു സംശയമില്ല, ഇവർ തമ്മിൽ സംസാരിച്ച് ഈ പ്രശ്നങ്ങളെ മാറ്റിയിട്ട് ഒരു കാര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ വരുന്നു. ഈ ലോക്സഭാ ഇലക്ഷൻ വരുമ്പം കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ ഒരു തരത്തിലും താഴെ പോകരുന്ന് രണ്ടുപേർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചുള്ള, രമേശ് ചെന്നിത്തലയുടെ മോശമായ രീതിയിൽ ഓരോരുത്തർ പറഞ്ഞു മറ്റേ പറഞ്ഞു എന്നൊക്കെ എല്ലാം പറയുന്നത് താഴത്തെ ലെവലിലുള്ള വളരെ പേരാണ്. ഇതിൻ്റെ ലക്ഷ്യം ഇത് രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവർ പോലും അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിനെ അപമാനിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യമാണ്. മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം, അത് ജനങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇവർ തമ്മിലുള്ള ഐക്യം, ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ടുപേരും പാർട്ടിയും ഭരണവും തമ്മിൽ എപ്പോഴും എല്ലായിടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. താങ്കളിലേക്ക് NK പ്രേമേന്ദ്രനിലേക്ക്. ശ്രീ NK പ്രേമേന്ദ്രൻ, കോൺഗ്രസ് ഒരു വലിയ പാർട്ടി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിലുണ്ടാകുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾ എല്ലാ കാലത്തും വലിയ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. അത് പാർട്ടിക്ക് തന്നെ അപമാനകരമായ രീതിയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. ഇത് കോൺഗ്രസിലെ മാത്രം പ്രശ്നമല്ല, മറ്റ് ചെറിയ പാർട്ടികളിലടക്കം ഇത്തരം തർക്കങ്ങളുണ്ടാകുന്നു, ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു. CPM-നെ പോലൊരു വലിയ പാർട്ടി പോലും വിഭാഗീയതയുടെ പേരിലാണെങ്കിൽ രണ്ട് ചേരിയായി നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സംവിധാനങ്ങൾ ആകെ തന്നെ അധികാര രാഷ്ട്രീയത്തിൻ്റെ വലിയ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകുന്നു. അതിൻ്റെ പ്രതിഫലനം മാത്രമല്ലേ ഈ സംഭവിക്കുന്നതൊക്കെ? ഒരിക്കലും അങ്ങനെ പൊതുവൽക്കരിച്ച് കേരള രാഷ്ട്രീയത്തെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-ന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ സംഘടനാപരമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന, പലപ്പോഴും അത് വിവാദങ്ങളായി വാർത്തകളായി പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത്. അത് കേരളത്തിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ വലിയ രൂപത്തിൽ പ്രതിലോമകരമായി ബാധിച്ചു എന്ന അഭിപ്രായം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കില്ല. ഇവിടെ തികച്ചും സ്ഥിതി വ്യത്യസ്തമാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും പൊതുവൽക്കരിച്ച് കാണിക്കുക എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് രാഷ്ട്രീയം ചെന്നെത്തുന്നത്. അഴിമതി സാർവത്രികമാണ്, ഏത് ഗവൺമെൻറ് വന്നാലും അഴിമതി എന്ന നിലയിലേക്ക് LDF-ഉം UDF-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലൊന്നും ഒരു വ്യത്യാസവുമില്ല, എല്ലാം സമമാണ് എന്ന നിലയിലുള്ള ഒരു അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ബോധപൂർവമായി ഈ രംഗം അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ വിനിയോഗിക്കുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഭരണം ഏറ്റവും ഒടുവിലത്തെ ഈ 2 ദശാബ്ദക്കാലത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ൻ്റെ ഭരണം പരിശോധിച്ചാൽ അറിയാം. 91 മുതൽ 96 വരെയുള്ള 5 വർഷക്കാലയളവിൽ ശ്രീ K. കരുണാകരനും ശ്രീ AK ആന്റണിയും ഭരണം പങ്കുവെക്കാനും നേതൃമാറ്റത്തിന് നിർബന്ധിതമാകുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായി. അതേ അനുഭവം തന്നെയാണ് 2001 മുതൽ 2006 വരെ കേരളത്തിൽ ശ്രീ AK ആന്റണിക്ക് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പകരം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന നേതൃമാറ്റത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു.
ഈ രണ്ട് ഘട്ടത്തിലും ഉയർന്നു വന്നത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയുടെ ഭാഗമായി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം പോലും മലീമസമാകുന്ന നിലയിലേക്കുള്ള ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്, കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പറയുന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇതേ അവസ്ഥ തന്നെ ചെറിയ പാർട്ടികളിലും ഉണ്ടാകുന്നുണ്ട്. താങ്കളുടെ പാർട്ടിയിൽ പോലും പിളർപ്പുണ്ടായതിൻ്റെ ഒരു കാരണം അധികാരമോഹവും അധികാര രാഷ്ട്രീയത്തിലേക്ക് മാറാനുള്ള പ്രവണതയും തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പാർട്ടികൾക്കുള്ളിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, പാർട്ടികളിൽ ഭിന്നിപ്പുണ്ടാകാറുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പും അധികാര താല്പര്യത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പാണ്. ഞാനതൊന്നും നിഷേധിക്കുകയല്ല. അത് പൊതുരാഷ്ട്രീയ രംഗത്ത് പൊതുവായി ഞാനത് സമ്മതിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായി വളരെ അനഭലഷണീയമായിട്ടുള്ള പ്രവണതകൾ രാഷ്ട്രീയ രംഗത്ത്, അത് ഇടതുപക്ഷ പാർട്ടികളും വ്യത്യസ്തമല്ല, ഇടതുപക്ഷ പാർട്ടികളെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം അത് വളരെ നിലവാരമില്ലാത്ത നിലയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന ഒരു പൊതുപ്രശ്നമാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. കെ രാമചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ രാമചന്ദ്രൻ മാസ്റ്റർ, ഒരു കാലത്ത് സജീവമായി കോൺഗ്രസിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന പല ആളുകൾക്കും നിശബ്ദരാകേണ്ടി വന്നത്, ഒതുങ്ങി നിൽക്കേണ്ടി വന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. പലപ്പോഴും അവർ ഇരയാക്കപ്പെട്ടു. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ളവർ ഇപ്പോൾ വലിയ രീതിയിൽ അഭിപ്രായം പറയാത്തതിനുള്ള കാരണവും ഇതുതന്നെയാകാം. കോൺഗ്രസ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കർണാടകത്തിലെ വിജയത്തിളക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും അധികാരത്തിന്റെ പേരിലുള്ള വാക്കുതർക്കങ്ങളും വടംവലികളും ഉണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതല്ലേ? പല കാലങ്ങളിലും ഇതുപോലെയുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നതാ വീണ്ടും ആവർത്തിക്കുന്നു. സംഭവാമി യുഗേ യുഗേ. താൻ നിരന്തരം ചെയ്യുന്ന ചെയ്തികൾ താൻ അനുഭവിച്ച് ഇടുക എന്നേ വരൂ എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ 2 തവണ കെ കരുണാകരനെയും എ കെ ആന്റണിയെയും മുഖ്യമന്ത്രി പദത്തിന്റെ ഇറക്കാൻ ആരാണ് ശ്രമിച്ചതെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അത് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോഴുണ്ടായിട്ടുള്ള AI തർക്കങ്ങൾ, അധികാരത്തിന്റെ പേരിലുള്ള വടംവലി, പരസ്പരം ചെളിവാരി എറിയൽ സ്വാഭാവികമാണ് കോൺഗ്രസിൽ. മുൻകാലങ്ങളിൽ എന്തുണ്ടായി അതിപ്പോഴും ആവർത്തിക്കുന്നു അല്ലേ? മുൻകാലങ്ങളിൽ എന്തുണ്ടായി ഞാൻ പറഞ്ഞില്ലേ, ഈ താൻ ചെയ്യുന്ന ചെയ്തികൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നു. ശ്രീ കെ രാമേന്ദ്രൻ മാസ്റ്റർ, താങ്കൾ പറഞ്ഞത് ഒന്നുകൂടെ വിശദീകരിച്ചാൽ, കെ കരുണാകരനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ച രമേശ് ചെന്നിത്തലയും പിന്നീട് 2004 എ കെ ആന്റണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയും അതേ സമാനമായ അവസ്ഥ ഇപ്പോൾ നേരിടുന്നു എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഈ കെ കരുണാകരനെ ഇറക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ എ കെ ആന്റണിയെ ഇറക്കാൻ ശ്രമിച്ചതും ഒരേ ആള് തന്നെയാണ്. അയാൾ അതേ അവസ്ഥ ഇപ്പോൾ നേരിടുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശ്രീ കെ രാമചന്ദ്രൻ മാസ്റ്റർ, ഈ 2 വർഷം സർക്കാർ വളരെ സുഗമമായി, ഒരു ഉരസലുമില്ലാതെ, പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പാർട്ടിയും സർക്കാരും ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിലും പാർട്ടിയുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്ന തരത്തിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായില്ല ഈ 2 വർഷം. അതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞില്ല, ചരിത്രം ആവർത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ അനാരോഗ്യകരമായ ധാരാളം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത് വീണ്ടും ആവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ ഇതിനൊന്നിനെയും ബാധിക്കുന്ന തരത്തിൽ അല്ല ഇപ്പോൾ പാർട്ടിയിലെ പ്രശ്നങ്ങൾ. ഇത് കോൺഗ്രസിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾക്ക് ശേഷം നടന്ന